ഹലോ, ഇന്ന് നമ്മളെ ഇമ്മിണി വലിയൊരു ചെറിയ യാത്ര പോവുകയാണ് കേട്ടോ. ബസ്സിലും കാറിലും ട്രെയിനിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. ആദ്യം തന്നെ ബസ്സിലാണ് കയറിയത്. ബസ് കയറിയ പാടെ തന്നെ പവിമോനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിശപ്പ് കേട്ടോ. രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു ചായ വാങ്ങി കുടിച്ചു കേട്ടോ. ചായ വാങ്ങി കുടിച്ചപ്പോൾ അവന്മാർക്ക് മിൽക്ക് ഷേക്ക് വേണം. പിന്നെ അവർക്കത് വാങ്ങിക്കൊടുത്തപ്പോഴത്തേക്ക് ട്രെയിനൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഒന്ന് സെറ്റായി കേട്ടോ. കുറച്ച് നേരം വേണമല്ലോ ട്രെയിനിലിരുന്നൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് ട്രെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ കരുതി വെച്ചിരുന്നതൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എറണാകുളത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് ട്രെയിനിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴേക്കും ഞാൻ നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങി കേട്ടോ. ഉറക്കം ഉണർന്നപ്പോഴേക്കും ട്രെയിൻ ഇതേ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ട്രെയിനിലെ 3/4 ഭാഗം സീറ്റും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സൈഡ് സീറ്റൊക്കെ പിടിച്ചിട്ട് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ രാത്രിയായി പോയത് കാരണം വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെയിനകത്തിരുന്നത് ഇതുപോലെ തുള്ളിക്കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. നേരം പോണ്ടേ. അങ്ങനെ പൊന്നൂസിൻ്റെ ഡാൻസ് കണ്ടോ. പൊന്നൂസിൻ്റെ ഡാൻസ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. വടകര സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റേഷന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന ട്രെയിനിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് സ്റ്റേഷന് പുറത്തേക്ക് പോയി കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ വടകര സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സമയം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭാണ്ഡക്കെട്ടുകളൊക്കെ പറക്കി കൂട്ടി വണ്ടിയിലോട്ട് കയറി കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയും എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു ചിന്ത കേട്ടോ. അപ്പോൾ ഈ യാത്രയുടെ ഉദ്ദേശമെല്ലാം പിന്നെ പറയാമേ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ് കേട്ടോ. ഓക്കെ, ബായ്.